ഇട്ടിട്ടില്ലേ? എൻഗേജ്മെന്റ് ഹൽദി ഞാൻ എല്ലാത്തിനും എനിക്ക് ആരുടെ പേരിലെ പാട്ടിന് അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ പുറപ്പെട്ടത് കാവ്യയുടെ അടുത്തേക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രൈഡ് കാവ്യയാണ്. സമയം 3:30 ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റത്തെ ഒരു പ്രീപ്ലീറ്റിംഗ്, സാരിയുടെ പ്രീപ്ലീറ്റിംഗ് കഴിഞ്ഞു. മേക്കപ്പിൽ ഫസ്റ്റ് ചെയ്യുന്ന CTM എല്ലാം ചെയ്ത് വെച്ചേക്കാണ്. നെക്സ്റ്റ് ലെൻസാണ്, ടാസ്ക്കാണ്, ആദ്യമായിട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനിലാണ് പുള്ളിക്കാരി. നോക്കാം. എല്ലാം പിടിക്കരുത്. ആ, അതിപ്പോൾ മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു ദിവസത്തേക്കല്ലേ, ഇച്ചിരി ബ്ലറായാലും അടുത്ത് വരുന്നവരെയൊക്കെ കണ്ടാൽ അറിയാമല്ലോ അല്ലേ. എങ്ങനെ ഇരിക്കണം? ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഗ്ലോ ആയിട്ടിരിക്കണോ? മാറ്റ് ലുക്ക് വേണോ? മിനിമൽ ലുക്ക് വേണോ? ഞാനായിട്ടിരിക്കണോ? ഇളകി പോവില്ലേ? ഇളകി പോവില്ല മേക്കപ്പ്. അതായത് ഇങ്ങനെ വര വരില്ലേ, അങ്ങനെ വരാണ്ടിരുന്നാൽ മതി. വേറെ എങ്ങനെ ഞാനെന്ന് തോന്നണം. ഓക്കെ. ഷേപ്പ് മാറ്റമെന്ന് വെച്ചാൽ മൊത്തത്തിലല്ല, ഒരു ചെറിയ ഇവിടെ ഗ്യാപ്പുണ്ട്, ഇതിവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇവിടെ ഒരു കഷ്ണമില്ല, അങ്ങനെ അവിടെ ഇവിടെ കുറച്ച് ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഗ്യാപ്പ് മാത്രമേ ഫില്ല് ചെയ്ത് പോകണുള്ളൂ. അതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്, അതുകൊണ്ട് ഡിഗ്രി മേടിച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഇനി നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് കണ്ണൊക്കെ തുറന്ന് സെറ്റായത് നോക്കാം. പേടിച്ചു പോയി. കുറച്ചിങ്ങനെ ലൂസായി കിടന്നാൽ മാത്രമേ ഡ്രേപ്പ് ഇതാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഫുൾ ചോക്കറായിപ്പം. അപ്പം നമ്മുടെ ഫൈനൽ ലുക്കിലേക്ക് എത്തുന്നത് എങ്ങനെയുണ്ട്? കാവ്യ ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടമായി. വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് മാലയൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചേച്ചി ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമെന്ന്. എനിക്ക് ആ 2 മാല മതിയായിരുന്നു. അപ്പോൾ അത് ആ രീതിയിൽ തന്നെയൊക്കെ സെറ്റ്. കശ്മാല ഇടാത്ത അവരുടെ വിഷമം, എല്ലാവരുടെ വിഷമം അതിൽ മാറി കിട്ടും. മാലയെല്ലാം ഇടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്കിനി കല്യാണ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് കാണാം.
ഇപ്പം നമ്മളുള്ളത് ഓഡിറ്റോറിയത്തിലാണ്. സെക്കൻഡ് സാരി ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സെക്കൻഡ് സാരി, ഒരു പേസ്റ്റൽ പിങ്ക് വിത്ത് ഹെവി പിങ്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ലുക്കിലും കൂടി നമുക്ക് കാണാം മേക്ക് ഓവർ. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ചേഞ്ചായി പിങ്ക് സാരിയാണ് കേട്ടോ. അപ്പോൾ പിങ്ക് സാരി ബ്രൈഡിനെ ഇറങ്ങാറായി. അതുവരെ ഞങ്ങൾ കുറച്ച് ധൃതി പിടിച്ച് പെട്ടെന്ന് തീർക്കായിരുന്നു. എന്തായിരുന്നു എല്ലാവരുടെയും കമൻ്റൊക്കെ? എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോ? എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ലുക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ എങ്ങനെ മനസ്സിലാച്ചു അതുപോലെ ചേച്ചി എനിക്ക് ചെയ്തു തന്നു. എനിക്ക് ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ബായ് പറഞ്ഞ് അങ്ങനെ പോകുമെന്ന് വിചാരിക്കേണ്ട. വീണ്ടും ഞാൻ വന്നു. നമ്മളുടെ സെയിം ബ്രൈഡ്, ഇന്നത്തെ റിസപ്ഷൻ ലുക്ക്. ഗമ്മൊക്കെ വെച്ചോ? പിന്നെ അതൊക്കെ അങ്ങ് സെറ്റാക്കി. ഇതാ ചേരുന്നത്. കാരണം എന്താ, നമുക്ക് എല്ലാവർക്കും ഇവിടെ ചുഴിയുണ്ട്. അപ്പോൾ ഈ ചുഴിയുടെ സൈഡിൽ നിന്ന് നമ്മൾ പാർട്ടീഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തോ ഒരു ഫ്ലാറ്റായിട്ട് പോകും. കണ്ടോ, ഇപ്പോൾ ഫേസ് ഫ്ലാറ്റായി. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഒന്ന് ഹൈറ്റ് ചെയ്തിട്ട് കിട്ടും. ഇപ്പം നമുക്ക് കുറച്ച് നെറ്റിയിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ല ഒരു സ്റ്റൈൽ ലുക്കൊക്കെ കിട്ടും. ഇപ്പോഴാണ് എനിക്ക് ഗുട്ടൻസ് പിടികിട്ടിയത്. എങ്കിൽ ഉള്ളിലേക്ക് ബെൻഡിങ് കൊടുക്കാം. ബെൻഡ് ചെയ്ത് കിടക്കും. ലൂസാക്കി വിട്ടാലും കുറച്ച് കഴിയുമ്പോൾ ലൂസായിട്ട്, എന്നിട്ട് ഇത് മൊത്തം ഇതിനെ ഫുള്ള് താഴത്തേക്ക് ഇട്ടിട്ട് ഇത് മൊത്തം അറ്റത്ത് ജസ്റ്റ് കേൾസ് വരും. ഇതിപ്പം ഹൈറ്റ് വരുമോ? ഇല്ല. അതായത് ഇത് ഈ ഹെയർ ഓൾറെഡി ഇങ്ങനെ പൊന്തിയിട്ടാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഇതിനൊന്ന് ലെവൽ ചെയ്യും, പക്ഷെ ഹൈറ്റ് ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബ്രീഡിങ് പോലെ ഇങ്ങനെ കൊച്ചിങ്ങനെ എന്താ പറയുക ചൈൽഡിഷ് ഇതൊക്കെ തോന്നുന്ന പോലെ ഇങ്ങനെ കുഞ്ഞു ബ്രീഡ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. ഷായ് മറന്നുണ്ടോ? ബേബി ഇത് ഇങ്ങനെ ഇത് സൈഡ് പാർട്ടീഷൻ വന്നിട്ട് ഇത് കുറച്ച് ബോൾഡ് ലുക്കാണ്. കുറച്ച് ബോൾഡായിട്ടുള്ളൊരു ഫീല് കിട്ടുന്നതാണ്. മറ്റേത് കുറച്ചൊരു ചൈൽഡിഷ് ഫീല് വരും. എൻഗേജ്മെന്റ് എന്താ ചെയ്തത്? പാർട്ടീഷൻ എന്തായിരുന്നു? ഇതായിരുന്നു സെൻറ്റർ പാർട്ടീഷൻ ആയിരുന്നോ? അതോ സൈഡ്? നമ്മൾ ഇതാണ് ഫിക്സ് ചെയ്തേക്കണം. ഇതിൻ്റെ ഔട്ട് എങ്ങനെ വരും നോക്കാം. ഓക്കെ, ബാക്കി ഡ്രസ് ഇട്ടിട്ടേ പറ്റത്തുള്ളൂ. ഡാൻസ് ഒക്കെ ഉണ്ട്. പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ സ്റ്റെപ്പ് പഠിച്ചു. എന്നെ കൊണ്ട് നിർബന്ധിച്ച് കളിപ്പിക്കുക. അനിയത്തി ഒരാളുണ്ട് ഡാൻസർ. അപ്പൊ അവര് കസിൻസിന്റെ അതിലൊന്ന്, എന്നിട്ട് ഇവളുടെ ഫ്രണ്ട്സിന്റെ പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നു. കൃഷ്ണപ്രിയ. ഇത് മൊത്തം ഇപ്പുറത്തേക്കാണോ? ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ വെക്കും. ഇങ്ങനെ ഞാൻ നോർമലി ചെയ്യുന്നത്. ഇങ്ങനെ വെക്കും. മീൻസ് ഇവിടെ ഇങ്ങനെ കുറച്ച് പൊങ്ങി ഹൈറ്റിൽ ഇങ്ങനെ. ഇവിടെ പാർട്ടീഷൻ കാണാറില്ല. ഇവിടെ അല്ല, അങ്ങനെ പാർട്ടീഷൻ കാണിച്ച് ഞാൻ ചെയ്യാറില്ല. ഓക്കെ, ഈ ഒരു മെത്തേഡ്. അതെ. എന്നിട്ട് ഇത് പൊങ്ങി നിൽക്കും. ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ വളച്ച് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എന്താണോ മുഖത്തിന് സ്യൂട്ട് അതേപോലെ ചേച്ചി ചെയ്താൽ മതി. അപ്പൊ അത് മാറ്റി വല്ലതും ചെയ്യാൻ തോന്നുന്നെങ്കിൽ പെട്ടെന്ന് മാറ്റുമ്പോഴേ ചിലപ്പോ
ഇത് ഈ കുഞ്ഞ് സ്റ്റഡോ അല്ല, സ്റ്റഡ് ഇട്ടാൽ മതി, മറ്റേ വലുത് ഇടണ്ട, ഇത് വേണ്ട. അപ്പോൾ ഇന്ന് രണ്ടുപേരുടെ മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ഔട്ട് നോക്കാം. ഇഷ്ടമായോ? രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തോന്നുന്നു? എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു കല്യാണത്തിന്റെ. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെയൊക്കെ എല്ലാവരും നല്ല നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് എസ്പെഷ്യലി ഇന്ന് തന്നെ രാവിലെ ഫോട്ടോഗ്രാഫേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു അശ്വിനെ നല്ല നല്ല ഫോട്ടോസ് കിട്ടി, എസ്പെഷ്യലി നിങ്ങളുടെ കോസ്റ്റ്യൂമും നിങ്ങളുടെ മേക്കപ്പും അത് അടിപൊളിയായിട്ടുണ്ട്. ബ്രൈഡിന്റെ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞത്, ബ്രൈഡിന്റെ കോസ്റ്റ്യൂമും പ്ലസ് മേക്കപ്പും രണ്ടും. താങ്ക് യു. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.